CPI യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ എതിർപ്പിനിടയിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്ന നിയമനിർമ്മാണവുമായി സർക്കാർ മുന്നോട്ട്. ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന തീയതി ഇന്ന് നിശ്ചയിക്കും. വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് സ്വകാര്യ സർവകലാശാല വേണം എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കാലത്തിനനുസരിച്ചുള്ള മാറ്റം അനിവാര്യമാണെന്നും മന്ത്രി പറയുന്നു. ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ എന്നുള്ളത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആഗോളവൽക്കരണത്തിൻ്റെ 3.5 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹമായി ഇന്ത്യയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആഗോളവൽകൃത ലോകക്രമത്തിൻ്റെ ഭാഗമായിട്ട്. അവിടെ പല കാര്യങ്ങളിലും നമുക്ക് ഒരു ജനത എന്നുള്ള നിലയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ പോയേ തീരൂ. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ വളരെ കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്. ശ്രീത്ത് വിവരങ്ങളുമായി ചെയ്യുന്നത്. ശ്രീത്ത്, നയമാറ്റം പുതിയ കാര്യമല്ല. ഒരുപാട് നയമാറ്റങ്ങളുടെ കൂട്ടത്തിലാണ് ഈ സ്വകാര്യ ഇപ്പോൾ ടോളിലടക്കം ഉള്ള നയമാറ്റങ്ങളുടെ കൂട്ടത്തിലാണ് സ്വകാര്യ സർവകലാശാല എന്ന നയമാറ്റത്തിലേക്ക് വന്നത്. മാത്രമല്ല ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടതുമാണ് നേരത്തെ. ശ്രീത്ത്, ഇതിൽ ഉയരുന്ന മുൻകാലങ്ങളിൽ ഈ പറയുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷികളെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് മുൻകാലത്തിൽ എന്തായിരുന്നോ ഈ വിഷയത്തിൽ ഇടതുപക്ഷ നിലപാട്, TP ശ്രീനിവാസൻ അടക്കമുള്ളവർ ഇപ്പോൾ പ്രതികരണം നടത്തുന്നുണ്ട്. ആ നയമാറ്റത്തിന് ഈ മാറ്റവും ഒരു മാർക്സിയൻ ആശയമാണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കൽ സാധ്യമാണോ ശ്രീത്ത്? ഹാഷ്മി, CPIഎമ്മിൻ്റെ എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് അവതരിപ്പിച്ച നവകേരളം എന്ന രേഖയിലാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തനാനുമതി നൽകാം എന്നുള്ള ഒരു നയപരമായ തീരുമാനമെടുത്തത്. പിന്നീട് LDF യോഗത്തിൽ അവതരിപ്പിച്ച് അത് മുന്നണിയുടെ അംഗീകാരം വാങ്ങി. അതിനുശേഷം ഏതാണ്ട് ഒരു കൊല്ലം കഴിയുമ്പോഴാണ് ഇന്നലെ മന്ത്രിസഭ അത് വീണ്ടും പരിഗണിച്ച് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിലേക്ക് കടന്നത്. ഇവിടെ നേരത്തെ മന്ത്രി ആർ ബിന്ദു സൂചിപ്പിച്ച പോലെ മറ്റ് എല്ലാ ഇതര സംസ്ഥാനങ്ങളിലും ഇത്തരം സർവകലാശാലകളായി കേരളത്തിലും അത്തരം സർവകലാശാലകളുടെ സാന്നിധ്യം ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ട്. ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സംരംഭങ്ങളുമൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇടതുപക്ഷം മുൻകാലത്ത് സ്വീകരിച്ച സമീപനങ്ങളിൽ നിന്ന് അവർ മാറി. ആ മാറ്റത്തിൻ്റെ കാരണം, ആ മാറ്റവുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ട് മാറി തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നത് മാത്രമാണ്. എന്നാൽ സ്വകാര്യ സർവകലാശാലകളെ കണ്ണടച്ചെതിർക്കേണ്ട ഒരു സാഹചര്യമില്ല. അതൊരു ലോക യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ എതിർക്കുകയും സാധ്യമല്ല. എന്നാൽ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ മുൻകാല സമരങ്ങളുടെ ചരിത്രം, രക്തസാക്ഷിത്വങ്ങളുടെ പ്രശ്നം, ഒപ്പം തന്നെ സ്വാശ്രയ വിദ്യാഭ്യാസ കുത്തകവൽക്കരണത്തിൻ്റെ സമരം, ഇത്തരം കാര്യങ്ങളെല്ലാം ഇടതുപക്ഷവും SFIയും DYFI ഒക്കെ മുൻകാലങ്ങളിൽ സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് മാറുമ്പോൾ ഈ സംഘടനകൾക്ക് എന്തു പറയാനുണ്ട് എന്ന ചോദ്യമാണ് അവർക്ക് നേരെ ഉയരുന്നത്. എന്തായാലും സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനുള്ള കരട് ബില്ല് മന്ത്രിസഭ അംഗീകരിച്ച് സംബന്ധിച്ച് SFIയും DYFIയും കാര്യമായ പ്രതികരണം ഇതുവരെയും നടത്തിയിട്ടില്ല. സമരരംഗത്തുള്ളത് CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ AISFും ഒപ്പം തന്നെ യുവജന സംഘടനയായ AYFുമാണ്. ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നാണ് AYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ഇന്നലെ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. AISF നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്നുവെന്ന് ആരോപിച്ച് 9-10 വർഷം മുമ്പാണ് അന്ന് ഉന്നത വിദ്യാഭ്യാസ ചെയർമാനായിരുന്ന TP ശ്രീനിവാസൻ്റെ ശരിക്കും മുഖത്തടിച്ചു. അന്ന് TP ശ്രീനിവാസൻ താഴെ വീണു എന്നതൊക്കെയുള്ള അന്ന് ഒരുപാട് വാർത്തകൾ ചർച്ചയായ ഒരു വിഷയം കൂടിയാണ്. ആ വിഷയത്തിലൊക്കെ നേർക്കുന്നതല്ലെങ്കിൽ കൂടിയും ഒരു ഖേദപ്രകടനങ്ങൾ അനിവാര്യമാവുന്നുണ്ട് ആ നയമാറ്റത്തിൽ. ശ്രീത്ത്, മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനമാണെങ്കിലും തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ, അതായത് ഇവിടെ ഒരു സ്വകാര്യ സർവകലാശാലയെ എതിർക്കുന്ന പ്രശ്നമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കാലത്തിൻ്റെ അനുസരിച്ചുള്ള മാറ്റം എല്ലാ മേഖലയിലും വേണം. എന്നാൽ നേരത്തെ ഇത്തരം കാര്യങ്ങൾ കടുംപിടുത്തം നടത്തിയിരുന്ന, അതിൻ്റെ പേരിൽ അക്രമ സമരങ്ങൾ നടത്തിയിരുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനായിരുന്ന TP ശ്രീനിവാസൻ എന്ന ലോകമറിയുന്ന നയതന്ത്ര വിദഗ്ധനെ മുഖത്തടിച്ചു എന്നുള്ള അടക്കമുള്ള ആക്ഷേപങ്ങൾ, അത്തരം സംഭവങ്ങൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നയമാറ്റം വരുമ്പോൾ അത്തരം മുൻകാല പ്രവർത്തികൾ ഒരു ഖേദപ്രകടനം അല്ലെങ്കിൽ അത്തരമൊരു കാര്യങ്ങൾ തങ്ങൾക്ക് പറ്റി എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് SFIക്കും DYFIക്കും എതിരെ ഉയരുന്ന ചോദ്യം. ആ ചോദ്യത്തിനാണ് ഇതുവരെ ഉത്തരം ലഭിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് TP ശ്രീനിവാസനോട് ഇപ്പോൾ തന്നെ ഖേദപ്രകടനം നടത്തുന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. കാരണം ഈ നയമാറ്റം എന്നത് കാലത്തിൻ്റെ പ്രവാഹത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാലത്തിനനുസരിച്ച് അത്തരം മാറ്റങ്ങൾ ഉണ്ടായേ തീരൂ. എങ്കിൽ പോലും നേരത്തെ നടത്തിയ സമരങ്ങൾ, അക്രമ സമരങ്ങൾ, അക്കാര്യത്തിലുള്ള വിമർശനമാണ് SFIയും DYFIയും ഇപ്പോൾ നേരിടുന്നത്.